അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ 100 വാർത്തകൾ മിന്നി മറയുന്ന കൂട്ടത്തിൽ പറയാനുള്ളൊരു വാർത്ത ഞാൻ ആദ്യം പറയാം. ഇന്നിപ്പോൾ ലൈഫ് സയൻസ് പാർക്കിൽ 8 കമ്പനികൾ, ലോകോത്തര കമ്പനികളായിട്ടുള്ള 8 മെഡിക്കൽ ഡിവൈസ് മേഖലയ്ക്കകത്തെ കമ്പനികൾ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ കരാർ ഒപ്പുവയ്ക്കുകയാണ്. അടുത്ത പരിപാടി അതാണ്. അപ്പോൾ കേരളത്തിലേക്ക് നിരവധി കമ്പനികൾ വരുന്നു, പല മേഖലകൾക്കകത്ത് വരുന്നു. IT മേഖലയിൽ മാത്രമല്ല, മാനുഫാക്ചറിംഗ് രംഗത്ത് വരുന്നു. ഇപ്പോൾ മെഡിക്കൽ ഡിവൈസിൽ ഇപ്പോൾ കേരളം ഇന്ത്യയിലെ മൊത്തം മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ 24% ടേൺ ഓവറും കേരളത്തിൽ നിന്നാണ്. കേവലം 1.6% മാത്രം ഭൂപ്രദേശം ഇന്ത്യയുടെ ഉള്ള, 2.8% മാത്രം ജനസംഖ്യയുള്ള കേരളമാണ് മെഡിക്കൽ ഡിവൈസ് കമ്പനികളുടെ ടേൺ ഓവറിൻ്റെ 24% സംഭാവന ചെയ്തു. കമ്പനികളുടെ മൊത്തം 6% കേരളത്തിലാണ്, 17% ഉൽപ്പാദനം കേരളത്തിലാണ്. അതിനെ കുറെ കൂടി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ ഈ 8 കമ്പനികളുടെ വരവും ഇനിയും നിരവധി കമ്പനികൾ ഈ രംഗത്തേക്ക് വരാൻ തയ്യാറാണ്, വിദേശ കമ്പനികൾ ഉൾപ്പെടെ. അത് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം വിവാദങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് 100 മിന്നി പറയാനുള്ള വാർത്തകളുടെ കൂട്ടത്തിൽ അതുകൂടി സ്പീഡ് ന്യൂസിൻ്റെ കൂട്ടത്തിലെങ്കിലും ഇതൊന്ന് ഉൾപ്പെടുത്തി കൊടുത്താൽ അത് നന്നായിരിക്കുന്നതാണ് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കാറുണ്ട്. ഇനി നമുക്ക് നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ചാൻസലർക്കുള്ള അധികാരം നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളിലൂടെ ഉള്ളതാണ്. ഇന്നത്തെ കോടതി വിധി, കഴിഞ്ഞ ദിവസത്തെ ആ കോടതി വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നിലവിലുള്ള വിധിയിൽ ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ആ വിധിയിലാണ് ക്ലാരിഫിക്കേഷൻ ചോദിച്ചത്. അതിൽ തന്നെ കോടതി പറയുന്നുണ്ട്, ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് VCയുടെ ഒരു ഒഴിവ് താൽക്കാലികമായി വന്നാൽ എന്ത് ചെയ്യണം എന്നത് ഈ യൂണിവേഴ്സിറ്റി നിയമം എങ്ങനെയാണ് പരാമർശിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങളുടെ നിലപാട്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സർക്കാരിന് അധികാരമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ എന്ത് വേണം, ഈ വിധി പുനഃപരിശോധിക്കാൻ ഞങ്ങളുടെ പരിധിപ്പെടുന്നതല്ല. കോടതി പറഞ്ഞു, നിലവിലുള്ള നിയമത്തിനനുസരിച്ച് താൽക്കാലികമായതാണെങ്കിൽ, അത് KTU മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചുമതല ഏൽപ്പിക്കാനെന്ന് സംസ്ഥാന നിയമം വ്യക്തമാക്കുന്നുണ്ട്. ചാൻസലർക്കുള്ള അധികാരവും സംസ്ഥാന നിയമം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ അതിനപ്പുറത്തൊന്നും കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഈ വിധിയിൽ പറഞ്ഞിട്ടില്ല. അത് വിധി വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, സർക്കാരിന് യൂണിവേഴ്സിറ്റികളുടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു അധികാരവും ഇല്ല. അദ്ദേഹം തന്നെ ശമ്പളം കൊടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. സുപ്രീം കോടതി വിധി, കണ്ണൂർ VCയുടെ വിധി, അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിധി, ബംഗാളിലുള്ള എല്ലാ സർവകലാശാലകളിലും, എല്ലാത്തിലല്ല മഹാഭൂരിപക്ഷം സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരുടെ നിയമനം നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചാൻസലറുടെയും ഗവൺമെന്റിന്റെയും വ്യത്യസ്ത സമീപനങ്ങൾ മൂലമുണ്ടായി. അതിനാണ് സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ അസാധാരണമായ ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിലാണ് സുപ്രീം കോടതി തന്നെ ഒരു സെലക്ട് കമ്മിറ്റി, മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് ലളിതിന്റെ അധ്യക്ഷതയിൽ ഒരു സെർച്ച് കമ്മിറ്റിയെ സുപ്രീം കോടതി തന്നെ വെച്ചു. സുപ്രീം കോടതി വച്ചതിനകത്ത് ഗവൺമെന്റിന്റെ കൂടെ അഭിപ്രായം മാനിച്ചിട്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റിയിൽ, സെലക്ഷൻ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ ഒരു പാനൽ സുപ്രീം കോടതി തന്നെ ആ വിധിയുടെ അനുബന്ധമായി ചേർന്നു. അങ്ങനെയുള്ള സെർച്ച് കമ്മിറ്റിയിൽ നാം കാണേണ്ട ഭാഗം, സുപ്രീം കോടതി പറയുന്നത്, ഈ കമ്മിറ്റി അപേക്ഷയ്ക്ക് ക്ഷണിച്ച് ആവശ്യമായ പരിശോധന നടത്തി ഒരു പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. ചാൻസലർക്കല്ല, മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. ആ പാനലിൽ നിന്ന് പ്രയോറിറ്റി മുഖ്യമന്ത്രി നിശ്ചയിക്കണം. 1, 2, 3 ആർക്കാണ് ഒന്നാമത്തെ പ്രയോറിറ്റി, ആർക്കാണ് രണ്ടാമത്തെ പ്രയോറിറ്റി, ആർക്കാണ് മൂന്നാമത്തെ പ്രയോറിറ്റി, മുഖ്യമന്ത്രി നിശ്ചയിക്കണം. അത് കണ്ണൂർ കേസിന് ശേഷം വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ്. അപ്പോൾ സർക്കാരിനൊരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാടെങ്കിൽ, ഈ വരുന്ന സാധാരണ ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ നേരെ ഈ സെർച്ച് കമ്മിറ്റി പാനൽ ഗവർണർക്കാണ് കൊടുക്കും, ചാൻസലർക്കാണ് കൊടുക്കുന്നത്. ഗവർണറല്ല, ചാൻസലർക്കാണ് കൊടുക്കുന്നത്. ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നൽകണം. മുഖ്യമന്ത്രി 1, 2, 3 നിശ്ചയിച്ചിട്ട് ചാൻസലർക്ക് കൊടുക്കണം. ചാൻസലർക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം, പക്ഷേ വിത്ത് സ്പെസിഫിക് റീസൺസ്. ഈ ഒന്നാമത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിനേക്കാളും
ഇന്ന കാരണം കൊണ്ട് രണ്ടാമത്തെ ആളാണ് യോഗ്യനെന്ന് ചാൻസലർക്ക് തോന്നുകയാണെങ്കിൽ ആ എഴുതി വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി നൽകിയ ക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പം മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ സംവിധാനത്തിന് നയിക്കുന്നത്. മന്ത്രിസഭയുടെ തലവൻ അദ്ദേഹമാണ്. അപ്പം മന്ത്രിസഭയുടെ തലവനായി മുഖ്യമന്ത്രിയാണ് ക്രമം നിശ്ചയിക്കേണ്ടതെന്നും ആ ക്രമം മാറ്റാൻ ചാൻസലർക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ വിത്ത് വാലിഡ് റീസൺ റിട്ടൺ ആയിട്ട് വേണം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ സുപ്രീം കോടതി വിധി. അപ്പൊ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന യൂണിവേഴ്സിറ്റികൾക്കൊന്നും ഒരു അധികാരമില്ല എന്നതാണ് സുപ്രീം കോടതി വിധി എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ ഇതുകൂടി വായിച്ചു നോക്കണം, ഈ ഭാഗം കൂടി വായിക്കണം. ഇപ്പൊ പലതരത്തിൽ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ കോടതി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു നിലപാടിലേക്ക് എത്തുന്നു. അത് ഗവൺമെന്റ് സംവിധാനത്തെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കലാണ്. ഞങ്ങളിപ്പോൾ ഒരു വ്യക്തിയുടെ ക്രെഡൻഷ്യൽസിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ സംവിധാനത്തിൽ നടക്കണം. സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ രൂപീകരണം, ഇൻകോർപ്പറേഷൻ, റെഗുലേഷൻ, വൈൻഡിങ് അപ്പ് സംസ്ഥാന ലിസ്റ്റ് 32 പെടുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ ഇപ്പോൾ 75-ാം വാർഷിക ഭരണഘടനാ ദിനം അംഗീകരിച്ചതിന് നമ്മളിപ്പോൾ ആഘോഷിച്ചല്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റ് 32 ഇൻകോർപ്പറേഷൻ, റെഗുലേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ്. കേന്ദ്ര ഗവൺമെന്റ് അവന് അധികാരമില്ല എന്ന് 44 പറയുന്നു. നിയമനിർമ്മാണ അധികാരം ഭരണഘടന നൽകുന്നതിനനുസരിച്ചാണ് നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമം അനുസരിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലായാലും KTUവിലായാലും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പലതിലും വ്യത്യസ്തമായി താൽക്കാലികമായി ഒഴിവ് വന്നാൽ ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്ന് വേണം ചാൻസലർ നിശ്ചയിക്കാനെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അത് നിലനിൽക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള VCകളെ സംബന്ധിച്ചുള്ള ഒരു വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്ത് വന്നിട്ടില്ല. അവിടെ പെർമനന്റ് VCയെ സംബന്ധിച്ച് ഒരു വിധി വന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വിധിയും വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനല്ല എന്ന് വെച്ചാൽ ഇതിന്റെ പണം മുഴുവൻ സംസ്ഥാന ബജറ്റിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ UGCയുടെ നിബന്ധനകൾക്കനുസരിച്ച് കൊടുക്കാനുള്ള പണം അതുപോലും യൂണിയൻ ഗവൺമെന്റ് ഇതുവരെ അനുവദിച്ചിട്ടില്ല. സംസ്ഥാന യൂണിവേഴ്സിറ്റിയുടെ എല്ലാം പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ പണം അനുസരിച്ചുകൊണ്ടാണ്, സംസ്ഥാനത്തിന്റെ ഫണ്ട് അനുസരിച്ചുകൊണ്ടാണ്. UGC നൽകേണ്ട കാര്യം പോലും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. അപ്പോൾ അത്തരം ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കാനായി ചാൻസലർ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതിന് നിയമപരമായി നോക്കുന്നുണ്ട്. മറ്റു രീതിയിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ആളുകൾ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അല്ല, അത് നേരത്തെ പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള വിധികളും പറഞ്ഞു. കണ്ണൂർ VCയുടെ എന്നുള്ളത് പെർമനന്റ് VCയുടെ ആണല്ലോ, ഇത് താൽക്കാലിക VCയുടെ. അപ്പോൾ പെർമനന്റ് VCയുടെ ഇതിനെക്കുറിച്ചുള്ള വിധി ഞങ്ങൾ അന്ന് പരിശോധിച്ചത് താൽക്കാലിക VCയെ സംബന്ധിച്ചുള്ളതാണ്. അത് സ്റ്റാറ്റ്യൂട്ട് വളരെ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സ്വാതന്ത്ര്യമുണ്ട് ലിസ്റ്റ് കൊടുക്കാൻ. ആ ലിസ്റ്റിൽ ഈ വിധിയിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ വിധിയെ വെച്ചിട്ട് ഈ വിധിയെ വീണ്ടും ക്ലാരിഫൈ ചെയ്യാനും അതൊന്നും ഈ പറ്റീഷന്റെ പരിധിയിൽ പെടുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഹൈക്കോടതി പറഞ്ഞു. ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെ യഥാർത്ഥത്തിൽ അത്തരം വിധികളും സംസ്ഥാന നിയമസഭകൾ അധികാരത്തിന് മുകളിൽ തെറ്റായ രൂപത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UGC വരുന്നത് ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിനകത്ത് ഡിറ്റർമിനേഷൻ സ്റ്റാൻഡേർഡ്സിനുള്ള യൂണിയൻ അധികാരം വെച്ചിട്ടാണ്. അന്ന് അംബേദ്കർ പറഞ്ഞു, ഇത് അനുസരിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭകളെ അധികാരത്തെയോ സംസ്ഥാനത്തിന്റെ അധികാരത്തെയോ കവർന്നെടുക്കാൻ പാടില്ല. അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അംബേദ്കർ. അന്ന് അദ്ദേഹം പറഞ്ഞു, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ബോംബെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡിഗ്രി 40% കഴിഞ്ഞാൽ പാസ്സാക്കുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ 60% ആയിരിക്കും. അപ്പോൾ അവരൊരു പൊതു നിലവാരം വേണം. ഇതാണ് ഇത്രയും വളരെ ലിമിറ്റഡ് ആയ സ്കോപ്പാണ് 66 ഭരണഘടന യൂണിയൻ ലിസ്റ്റ് 66 അന്ന് ഭരണഘടനാ അസംബ്ലി നൽകിയത്. അത് വെച്ചിട്ടാണ് ഇപ്പോൾ പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ വളരെ കൃത്യമായി ഈ 2 യൂണിവേഴ്സിറ്റികളിലും എങ്ങനെയാണ് താൽക്കാലിക ഒഴിവ് വന്നാൽ നിയമിക്കേണ്ടതെന്ന് വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിയമസഭ നൽകുന്ന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ചാൻസലർ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്.
പ്രൊഫസർ ശിവപ്രസാദിന്റെ നിയമനത്തിൽ സ്റ്റേ ഇസ്ലാമിലൊരു വാർത്ത ഹൈക്കോടതി അല്ലപ്പോൾ ഒരാൾ സാധാരണ എല്ലാ കേസിലും നമ്മൾ കൊടുക്കുമ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടല്ലേ പരിശോധിക്കുക. കാരണം മെറിറ്റിലേക്ക് ആദ്യം തന്നെ ഫയൽ സ്വീകരിക്കുമ്പോൾ തന്നെ വരില്ലല്ലോ. അപ്പോൾ ആള് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴത്തെ സ്റ്റാറ്റസ് ക്യൂ ആയിരിക്കും, ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് ക്യൂ. അതാണ് സാധാരണ എല്ലാ കോടതിയിലും വരാറ്. അല്ലാണ്ട് മെറിറ്റിലേക്ക് കടന്നിട്ടുള്ളതായിരിക്കില്ല. കോടതി തന്നെ പരിശോധിക്കട്ടെ. ഈ വിഷയത്തിൽ ഗവർണറുടെ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറെ വിമർശിക്കുന്ന ഒരു നിലപാടല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് പറയുന്നത്. അല്ല, അതിപ്പോൾ ഒരു BJPയുടെ കേരളത്തിൽ 2 ഘടകമുണ്ടല്ലോ. BJPക്ക് അഖിലേന്ത്യാ BJPക്ക് കേരളത്തിൽ 2 ഘടകമുണ്ട്. ഒന്നിനെ സുധാകരൻ നയിക്കുന്നു, മറ്റൊന്നിനെ സുരേന്ദ്രൻ നയിക്കുന്നു. അപ്പോൾ 2 ആയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലെന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ. അല്ലെങ്കിൽ ഇതേപോലെ സാഹചര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം എന്താ? മറ്റ് സംസ്ഥാനങ്ങളിൽ ചാൻസലർ പദവി ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള അവരുടെ പരാമർശം എന്താ? അവരുടെ സമീപനം വ്യക്തമായി അതിൽ നിന്ന് വ്യത്യസ്തമല്ലേ ഇവിടുത്തെ നിലപാട്? അത് കാണിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുടരുന്നത്. അത് BJPയുടെ B ടീമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ നിശബ്ദതയിൽ നിന്നും അനുകൂല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്.